പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിൽ എഴുതുവാനും സംസാരിക്കാനും സെൻറ്റൻസുകളാണ് ആവശ്യമായി വേണ്ടത്. അതിനായി വൊക്കാബുലറിയും ക്ലോസും ഫ്രേസും ഒക്കെയാണ് വേണ്ടത്. ഇതിനെപ്പറ്റിയുള്ള അറിവ് നമ്മൾക്ക് സെൻറ്റൻസ് സ്ട്രക്ചറിന് ഏറെ സഹായകരമാകും. ഈ വീഡിയോയിൽ സബോർഡിനേറ്റ് ക്ലോസിനെ പറ്റിയും സബോർഡിനേറ്റ് കൺജങ്ഷനെ പറ്റിയുമാണ് വിശദമാക്കുന്നത്. ഇത് രണ്ടും സെൻറ്റൻസ് മേക്കിങ്ങിന് വളരെ ആവശ്യമുള്ളതാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു ക്ലോസിന് സബ്ജക്റ്റും വെർബും ഉണ്ടായിരിക്കുമെങ്കിലും പൂർണ്ണമായ അർത്ഥം ഇല്ലാത്തതുകൊണ്ടൊരു വാചകം ആവുന്നില്ല. എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ സബ്ജക്റ്റ് ആൻഡ് verb that cannot stand alone as a complete sentence. ക്ലോസുകൾ രണ്ട് വിധമുണ്ട്: മെയിൻ ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസിനെ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ: ഷീ വെന്റ് ടു ദ മാർക്കറ്റ്. ഒറ്റയ്ക്ക് ഇരുന്ന ആശയങ്ങൾ പൂർണ്ണമായി പ്രകടിപ്പിക്കുന്ന മെയിൻ ക്ലോസുകളെ സെൻറ്റൻസ് അല്ലെങ്കിൽ വാചകങ്ങളായും കരുതാം. ഇനി സബോർഡിനേറ്റ് ക്ലോസ് എന്ന് നോക്കാം. എ സബോർഡിനേറ്റ് ക്ലോസ്, ഓൾസോ നോൺ ആസ് ഡിപെൻഡൻറ്റ് ക്ലോസ്, ഈസ് ഫോംഡ് ബൈ ആഡിങ് എ സബോർഡിനേറ്റ് കൺജങ്ഷൻ ടു എ ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് അഥവാ ഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാക്കുന്നത് അതിനോട് കൂടിയൊരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ചേർത്താണ്. അങ്ങനെയാകുമ്പോൾ ആദ്യം സബോർഡിനേറ്റ് കൺജങ്ഷനാണ് അറിയേണ്ടത്. A subordinate conjunction is a word or phrase that introduces subordinate clause and shows the relationship between it and the main clause. Example: time, condition, cause or comparison. ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസിനെ അവതരിപ്പിക്കുകയും അതും പ്രധാന ക്ലോസുമായി തമ്മിലുള്ള ബന്ധം കാണിക്കുകയോ ചെയ്യുന്ന വാക്കോ വാക്യമോ ആണ്. ഉദാഹരണം: സമയം, അവസ്ഥ, കാരണം അല്ലെങ്കിൽ താരതമ്യം. സബോർഡിനേറ്റ് കൺജങ്ഷനുകൾ ഏതെല്ലാമെന്ന് നോക്കാം. സമയത്തെ സൂചിപ്പിക്കുന്നവ: ടൈം, ആഫ്റ്റർ, ബിഫോർ, വെൻ, വെനെവർ, വൈൽ, ആസ്, സിൻസ്, അൻറ്റിൽ. കാരണവും ഫലവും: കോസ് ആൻഡ് എഫക്റ്റ്, because, since, so that, in order that, now that. അവസ്ഥ: if, unless, provided that, as long as, in case of. വൈരുദ്ധ്യം ഇളവ്, കോൺട്രാസ്റ്റ് കൺസെഷൻ. although, though, even though, while. താരതമ്യം കമ്പാരിസൺ. than, as, dot, as, just as. ഉദ്ദേശം purpose, so that, in order that. സ്ഥലം place, where, wherever. രീതി manner, as if, as though. ഇത്തരത്തിൽ ഏകദേശം 40-ലധികം സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ക്ലോസുകളും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് കൺജങ്ഷനും എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹീസ് മൈ അങ്കിൾ. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഇതിനെ സബോർഡിനേറ്റ് ക്ലോസ് ആക്കുമ്പോൾ ബിക്കോസ് ഹീസ് മൈ അങ്കിൾ. ഇവിടെ സബോർഡിനേറ്റ് കൺജങ്ഷൻ ആഡ് ചെയ്ത് ബിക്കോസ്. സബോർഡിനേറ്റ് ക്ലോസിനോടുകൂടി ഇതിനെ കംപ്ലീറ്റ് സെൻറ്റൻസ് ആക്കാം. ഐ ട്രസ്റ്റ് ഹിം ബിക്കോസ് ഹീസ് മൈ അങ്കിൾ. സബോർഡിനേറ്റ് കൺജങ്ഷൻ ഡിപെൻഡൻറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസുമായി ലിങ്ക് ചെയ്യുന്നു. although he is my uncle, we don't talk often. even though he is my uncle, he treats me like a friend. I will support him as long as he is my uncle. I respect him deeply because he is my uncle.
ഇങ്ങനെ സബോർഡിനേറ്റ് കഞ്ചക്ഷൻ ചേർത്ത് നിരവധി സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് സബോർഡിനേറ്റ് ക്ലോസും സബോർഡിനേറ്റ് കഞ്ചക്ഷനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉള്ളടക്കം ചോരായ വലിയ ടോപ്പിക്കിനെ ചുരുക്കിയെടുക്കുക വളരെ പ്രയത്നം തന്നെയാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ എൻകറേജിങ് ആവും. താങ്ക്സ് ഫോർ വാച്ചിങ്.